ഹലോ, വെൽക്കം ബാക്ക് ടു സിംപ്ലി മൊമെന്റ്സ്. ഇന്നത്തെ വീഡിയോ ഒരു ജുംക്കയുടെ മേക്കിംഗ് ആണ്. അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ടൈമൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഗ്ലൂ ആണെങ്കിലും അതേപോലെ ഗ്ലൂ പെന്നാണെങ്കിലും സ്റ്റോൺ ചെയിൻ ആണെങ്കിലും അതിൻ്റെ ഫ്രെയിം ആണെങ്കിലും ഒക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ജുംക്കയുടെ മേക്കിംഗ് ഞാനിതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽസൊക്കെ. അപ്പോൾ ഇതിൽ ഞാനൊരു പിങ്ക് കളറിലുള്ള സ്റ്റോണ് ആദ്യമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് 2 ലെയർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗ്ലൂ ഉണ്ടല്ലോ, ഇത് 7000 ആണ്. അപ്പം ആ ഒരു ഗ്ലൂ നമുക്ക് നല്ല പണി കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സംഭവമൊക്കെ കൂടെ നമ്മളുടെ കയ്യിൽ പോരും. അപ്പോൾ അങ്ങനെ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ നമ്മൾ 2 ലെയർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ബീഡ് ചെയിൻ ഉണ്ട്. ഗോൾഡൻ നിറത്തിലുള്ള ചെറിയ ബീഡാണ് കേട്ടോ. അപ്പം അതിൻ്റെ ചെയിന് നമ്മൾ ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗോൾഡൻ ചെയിന് ഞാൻ 1 ലെയറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു സ്റ്റോൺ ചെയിന് തന്നെ 1 ലെയർ ഒട്ടിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു ഗ്ലൂ നമുക്ക് നല്ല പണി തരുന്ന സാധനമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഗ്ലൂ പറിച്ച് കളയാനൊക്കെ നിൽക്കണം. അപ്പോൾ നല്ല പണി തരുന്ന സാധനമാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഞാൻ ആ ഒരു സ്റ്റോൺ ചെയിനും കൂടെ 1 ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സംഭവം ഇതിൻ്റെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സ്റ്റോൺ ചെയിനും കൂടെ ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നത് അത്രയും ടൈം കുറച്ചിട്ടാണ് കേട്ടോ കാണിച്ചിരുന്നത്. കാരണം ഒരുപാട് ടൈം എടുക്കും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്, ഒരുപാട് ടൈം എടുക്കും. അപ്പം അത്രയും ഞാൻ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ. ഇനി ആ ഒരു സ്റ്റോൺ ചെയിന് നമ്മൾ ആ ഒരു ഓരോ ബീഡും സ്റ്റോൺ ചെയിനിൽ ഓരോ സ്റ്റോണും കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു പിങ്ക് നിറത്തിലുള്ള സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും കേട്ടോ. കാരണം അത് ഡ്രോപ്പ് ഷേപ്പിലുള്ളൊരു ബീഡാണ്, ഒരു സ്റ്റോണാണ്. അപ്പം അവിടെ ആ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റോണും ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലൂ പെന്ന് വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോ സ്റ്റോണും നമുക്ക് പിക്ക് ചെയ്ത് ഒട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ അത്രയും റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഗ്ലൂ പെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ആ ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ജുംക്കയുടെ ക്യാപ്പ് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ ആ ഒരു ക്യാപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു നല്ല ലുക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതൊന്ന് ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള സ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം സ്റ്റഡിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് ഷീറ്റിൽ ഈ ഒരു സെയിം ബീഡ് തന്നെ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു പിങ്ക് നിറത്തിലുള്ള സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റോൺ ചെയിന് അതിൻ്റെ ചുറ്റുഭാഗത്തിലും 2 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെയാണ് 2 സ്റ്റഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പം അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ ഒന്ന് അപ്പം തന്നെ ചെയ്യാം കേട്ടോ. അത് ഒട്ടിപ്പിടിക്കുന്നതിന് മുൻപായിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ഒരു സ്റ്റഡും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൽ ഇൻവിസിബിൾ ചെയിൻസും ബ്രേസ്ലെറ്റും അതേപോലെ ഹെയർ ബാൻഡ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഒന്ന് കയറി കാണും കേട്ടോ ചാനലിൽ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ആരും മടി കാണിക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്റ്റഡും കൂടെ ഉണ്ടാക്കുകയാണേ. അപ്പം അതിന് ശേഷം നമ്മൾ ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഡ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജുംക്കയുടെ ഉള്ളിൽ കൂടെ ഒരു ഐപ്പിന്നിൽ ഒരു മുത്ത് കോർത്തിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി അത് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ നമ്മൾ വിരലിട്ടിട്ട് പുറത്തേക്ക് തള്ളി പിടിച്ചിട്ട് ആ ഒരു ഐപ്പിന് കുറച്ച് ലെങ്ത് കുറച്ച് കൊടുത്തിട്ട് ഇതേപോലെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് മടക്കി അവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഒരു പിന്ന് ഒന്ന് വളച്ച് നമുക്കത് കൊളുത്തേണ്ട രീതിയിലൊരു സംഭവം അവിടെ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഉള്ളിൽ കൂടെ നമ്മൾ ആ തമ്പ് വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഒന്ന് തള്ളി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഏകദേശം അത് ഡ്രൈ ആയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടൊന്നും ഡ്രൈ ആയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ 2 സ്റ്റഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ.
എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ ആ ഒരു പിന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്, ബാക്ക് പിന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. നമ്മളിങ്ങനെ എത്ര കട്ട് ചെയ്തെടുത്താലും ലാസ്റ്റ് നമുക്ക് ആ ഒരു ഗ്ലാസ് ഷീറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നിട്ടു അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ. അപ്പം നമ്മളൊരു കോമ്പസോ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ വക്കിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കട്ടെ, ഒന്ന് ഒരുക്കി കൊടുക്കുക. അപ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൊടുത്താൽ സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് അതിൽ വെക്കാനായിട്ടുള്ള ഒരു ഐപ്പിന്നാണ്. അപ്പോൾ ഐപ്പിന് ഞാൻ 2 സ്റ്റഡിൽക്കുള്ള ഐപ്പിന് പാകത്തെ വലുപ്പത്തിനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ബാക്ക് സ്റ്റഡും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക, ബാക്ക് പിന്ന് കേട്ടോ. ആ ഒരു സ്റ്റഡിൻ്റെ ബാക്കിൽ വെക്കുന്ന പിന്ന് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വാക്സ് പേപ്പർ ഞാൻ ആദ്യം ഒന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഹോളിൽ കൂടെ തന്നെ ഒന്ന് കടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ അവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സ്റ്റഡിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി 2 സ്റ്റഡ് ഇതേപോലെ ചെയ്യുക. പിന്നെ നമുക്ക് ആ ഒരു ജുംക്കയിലേക്ക് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയാണ് കേട്ടോ പരിപാടി ഉള്ളത്. കാണുന്നവരെന്തെങ്കിലും ഒപ്പീനിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ വല്ല മിസ്റ്റേക്കോ എനിക്കറിയുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ആ ഒരു ജുംക്കയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ജുംക്കയുടെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐപ്പിൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഹുക്കൊന്ന് അകത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ നമ്മളുടെ സ്റ്റഡിൻ്റെ ആ ഒരു സംഭവം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു അകത്തി വെച്ചേക്കൊന്ന് ആ ഒരു പ്ലെയർ വെച്ചിട്ട് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ജുംക്ക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് അറിയിക്കണം. സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ കാതിലൊക്കെ ഇട്ട് നോക്കി, നല്ല അടിപൊളിയാണ്. അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.